സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 20-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുമിരിക്കും. തോമസിന്റെ സംശയം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഏപ്രിൽ 27-ാം തീയതി ഞായറാഴ്ച അറിയപ്പെടുക പൊതു ഞായറാഴ്ച എന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എല്ലാവരും ഈസ്റ്റർ, യേശുവിന്റെ ഉത്ഥാനം ഏറ്റവും മനോഹരമായ രീതിയിൽ ആഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും എല്ലാം ചെയ്ത് ഒരു നവീകരണത്തിലാണ്. ഈ പൊതു ഞായറാഴ്ച കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകള് മലയാറ്റൂർ മല കയറുവാനായിട്ട് വരും. 50 നോമ്പിന്റെ ആരംഭം മുതൽ ആ മലകയറ്റം തുടങ്ങിയതാണ്. പൊതു ഞായറാഴ്ച പൊന്നുംകുരിശ് മുത്തപ്പൂ പൊന്മലകയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ മല കയറുന്നത്. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. കാരണം ചെറുപ്പത്തിൽ പോളിയോ വന്ന് നടക്കാൻ പാടില്ലാത്ത രീതിയിലായി തീർന്ന എന്റെ കാലുകൾക്ക് ബലം നൽകിയത് എന്റെ മാതാപിതാക്കന്മാര് ആ മല ചവിട്ടി കയറാമെന്ന് പറഞ്ഞ് നേർച്ച നേർന്നതിന്റെ ഫലമായിട്ടാണ്. ഒരു സുപ്രഭാതത്തില് എന്റെ കാലുകൾ സൗഖ്യപ്പെടുകയും പൊന്നുംകുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം എന്ന് പറഞ്ഞ് ആ കല്ലുകൾ, ആ മലകൾ താണ്ടി മലയാറ്റൂർ മലയുടെ മുകളിലെ ദേവാലയത്തില് പരിശുദ്ധ കുർബാന കണ്ടത് എന്റെ ചെറുപ്പത്തിലെ ഓർമ്മ ഇപ്പോഴും പച്ചകെടാതെ നിൽക്കുകയാണ്. ഈ പൊതു ഞായറാഴ്ച വചനം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രധാനമായിട്ട് 7 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 1ഓ 2ഓ എടുത്ത് ബഹുമാനപ്പെട്ട വൈദികർക്ക് പ്രസംഗിക്കുവാനായിട്ട് എളുപ്പമായി തീരും.
ഞാൻ ഈ വചന ശുശ്രൂഷയ്ക്ക് സഹായമായിട്ട് എടുത്തത് റെയ്മണ്ട് ബ്രൗണിന്റെ ബിബ്ലിക്കൽ കമന്ററിയും ജെറോം ബിബ്ലിക്കൽ കമന്ററിയും ആണ്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് തോമാസ് സ്ലീഹ പറയുന്ന മൈ ലോർഡ് മൈ ഗോഡ്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ഉദ്ഘോഷണമാണ്. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു 3 പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം. സീറോ മലബാർ കുർബാനയില് വിശുദ്ധ ഗ്രന്ഥം വായനയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് വൈദികൻ ബൈബിൾ കൊണ്ട് ആശീർവദിക്കുന്നത്. രണ്ടാമത്തെ അനാഫറയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് സമാധാനം എന്ന് വൈദികൻ പറയും. മൂന്നാമത് പറയുന്നത് കുർബാന സ്വീകരണത്തിന് മുമ്പ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പറയുന്നതാണ് നിങ്ങൾക്ക് സമാധാനം. നമ്മളെല്ലാവരും സമാധാനത്തോടെയാണ് ഈ പുതു ഞായറാഴ്ച വന്നിരിക്കുന്നത്. കുറേയധികം വേദനകളും ദുഃഖങ്ങളും കടബാധ്യതകളും എല്ലാം മനസ്സിൽ തികട്ടുന്നുണ്ടെങ്കിലും യേശുവിന്റെ ഈ തിരുമുമ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് സമാധാനമാണ്. ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നു, അതാണ് യേശു പറഞ്ഞത്. മൂന്നാമത് നമ്മൾ കാണുന്നത് അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളില് യേശു കയറി വരികയാണ്. നാലാമത് നമ്മൾ കാണുന്നത് യേശു കാണിച്ചു തന്നു, അവിടുത്തെ മുറിവുകൾ കാണിച്ചു തന്നു, അവിടുത്തെ വിലാപുറം, അവിടുത്തെ ഹൃദയം കർത്താവ് കാണിച്ചു തന്നു. 5, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് യേശു പറയുന്നത്, സഹായകൻ പരിശുദ്ധാത്മാവ് റൂഹ ഖുദീസ നിങ്ങളുടെ അരികിലേക്ക് വരും. 16-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ആ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കാൻ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്. 6-ാമത് വചനത്തിൽ കാണുന്നത് യേശു പാപം മോചിക്കാനായിട്ട് അധികാരം നൽകുകയാണ്. അതുപോലെ തന്നെ ബന്ധിക്കുവാനുള്ള അധികാരവുമാണ്. പാപം മാത്രമല്ല ബന്ധിക്കുന്നത്, ഈ പ്രകൃതിയുടെ മേലെ ബന്ധിക്കുവാനുള്ള ഒരു അധികാരവും കൂടിയാണ് ശിഷ്യന്മാർക്ക് യേശു നൽകിയിരിക്കുന്നത്. 7-ാമത് തോമാസ് സ്ലീഹായ്ക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു, മൈ ലോർഡ് മൈ ഗോഡ്. യേശു 2 ആഴ്ചകൾ പിന്നിട്ടതിന് ശേഷം 3-ാമത്തെ ആഴ്ച വരുമ്പോഴാണ് തോമാസ് സ്ലീഹായ്ക്കും ബാക്കി 10 പേർക്കും കൂടി പ്രത്യക്ഷപ്പെടുന്നത്. യേശു കടന്നു വരുന്നത് അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിലേക്കാണ്. ആ കടന്നു വരുന്ന യേശു ആദ്യം പറയുന്ന വാചനമാണ് നിങ്ങൾക്ക് സമാധാനം. ആ അവസരത്തിലാണ് തോമാസ് സ്ലീഹ പറയുന്നത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, എന്റെ പാർശ്വം കാണുക എന്നാണ്. സാധാരണ നമ്മൾ പറയുന്നത് തോമാസ് സ്ലീഹ യേശുവിന്റെ ആ വിലാപുറത്ത് ആ ഹൃദയത്തിൽ തൊട്ടു എന്നാണ്. എന്നാൽ യേശുവിനെ കണ്ടു എന്നുള്ളതാണ് വചനം നമ്മളോട് പറയും. നീ എന്നെ കാണുക, എന്റെ മുറിവുകൾ കാണുക, എന്റെ ഹൃദയത്തിന്റെ വിളർപ്പ് കാണുക, ഞാൻ ഉദ്ധിതനായിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എന്റെ കർത്താവേ എന്റെ ദൈവമേ, മൈ ലോർഡ് മൈ ഗോഡ്, മൈ ലോർഡ് മൈ ഗോഡ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. യേശു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഉദിതനായ മിശിഹ കടന്നു വന്നിട്ട് പറയുന്ന വചനമാണ് നിങ്ങൾക്ക് സമാധാനം. എന്റെ ഈ വചനം കേൾക്കുന്ന പല മക്കളും സമാധാനം ഹൃദയത്തിൽ ആസ്വദിക്കാത്ത മക്കളായിരിക്കും. ഇന്നലെ ശനിയാഴ്ച എന്നെ കാണുവാനായിട്ടൊരു ഭാര്യയും ഭർത്താവും 2 മക്കളും കടന്നു വന്നു. അവരുടെ മൂത്ത മകൻ 5 വയസ്സായിട്ട് നടക്കാത്തൊരവസ്ഥയിലാണ് കടന്നു വന്നത്.
4-5 വർഷം മുമ്പാണ്. ഇന്ന് ആ കൊച്ചിന് 10 വയസ്സുണ്ട്. 10 വയസ്സുള്ള ആ മകൻ പ്രാർത്ഥിക്കുവാനായിട്ട് ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി കൊടുവേലിയില് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ആ മാതാപിതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെയും യേശുവിന്റെ കുരിശുരൂപവുമുള്ള ആ ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾ ഒരു കൊന്ത ചെല്ല്. അപ്പൊ ഈ കൊച്ചു മുട്ടുകുത്തി ശക്തമായിട്ട് നീന്തും, മുട്ടുകുത്തി ഓടി നടക്കും. അവൻ കുറെ നേരം നല്ല സ്പീഡിൽ ഓടിയതിനു ശേഷം ഞാനിരിക്കുന്ന കസേരയിലേക്ക് ആ മകൻ വന്നു. അവൻ പതുക്കെ ആ കസേരയുടെ കാലെ പിടിച്ചിട്ട് എഴുന്നേറ്റു. ഞാനപ്പോ എന്റെ കൈ കൊടുത്തു, കൈയുടെ ഈ വിരൽ കൊടുത്തിട്ടു, കൈയുടെ ഈ വിരൽ കൊടുത്തു. അവൻ ആ കൈ വിരലെ പിടിച്ചു. അവനെ ആ മുറിയിലൂടെ 2-3 വട്ടം ഞാൻ നടത്തി. പ്രിയമുള്ളവരെ, പിന്നീട് ഞാൻ അവനെയും കൊണ്ട് ആ പള്ളിയിലേക്ക്, ഒരു 10-40 മീറ്റർ ദൂരമുള്ള ആ പള്ളിയിലേക്ക് ചെന്നു. കൊന്തയിൽ കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും മറ്റുള്ളവരും ഈ കൊച്ചു നടന്നു വരുന്നത് കണ്ടിട്ട് സ്തുതിക്കുകയാണ്. അസ്വസ്ഥരായിട്ടാണ് ആ മാതാപിതാക്കന്മാർ വന്നതെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ്. ഇതാണ് സമാധാനം നമുക്ക് തരുന്നത്. ഇന്ന് ശനിയാഴ്ച രാവിലെ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിക്കുകയാണ്. ആ വ്യക്തിയുടെ ഭാര്യയുടെ മുട്ടിന്റെ ഓപ്പറേഷൻ ആയിരുന്നു 2 ദിവസം മുമ്പ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഭാര്യയെ നടത്തിച്ചു. ഭർത്താവിന് ഒത്തിരി സന്തോഷം. യേശുവിന്റെ സമാധാനത്തിന് വേണ്ടി അവരോട് പറഞ്ഞു പ്രാർത്ഥന. 6-ാം സങ്കീർത്തനം, കർത്താവേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. ഈ വചനം അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന അവസരത്തില് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനമായിട്ടാണ് വരുന്നത്. നിനക്ക് സമാധാനം എന്നല്ല യേശു പറയുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഇടവക ജനത്തിനും എല്ലാവർക്കുമായിട്ടാണ് യേശു ഒന്നാമത് സമാധാനം പറയുന്നത്. ആ സമാധാനം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ കൂടെ വസിക്കും. 3-ാമത്തെ പോയിന്റ്, അടച്ചിട്ടിരിക്കുന്ന വാതിൽ. യഹൂദരെ ഭയന്നവര് വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിൽ എങ്ങനെ യേശു കയറി? ഉദിതനായ യേശു സ്ഥലകാല പരിമിതികൾക്കെല്ലാം അധീനനായി തീർന്നു. അവിടുത്തെ ശരീരം അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിലും എവിടെയാണെങ്കിലും പ്രവേശിക്കുമെന്നുള്ള വലിയൊരു തത്വമാണ്, വലിയൊരു കാര്യമാണ്, വലിയൊരു രഹസ്യമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നൽകുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ ഇതില്ല, സമാന്തര സുവിശേഷങ്ങളിൽ ഇതില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. യേശു പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദല മറിയത്തിനാണ്. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പറയുന്നില്ല. കാരണം സ്വന്തം മകൻ തന്നെയാണ് യേശുവിന്റെ ഈ സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ യോഹന്നാൻ തന്റെ അമ്മയുടെ പേര് ഇവിടെ എഴുതി ചേർക്കാത്ത. മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ദൈവം അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിലേക്ക് നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാതിൽ അടച്ചിട്ടിരിക്കുകയാ. ദൈവം പ്രവേശിക്കാതിരിക്കാൻ ഭയം നിമിത്തം അവർ അടച്ചിട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. 1986 വരെ ഈ ഭയം എന്ന് പറയുന്നത് ആങ്സൈറ്റി ന്യൂറോസിസ് എന്നാ പറയുന്നത്. എന്നാൽ 1986 മുതൽ DSM പ്രകാരം ഭയം എന്നത് ഒരു ഫോബിയാണ്. ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ ഫിയർ. ഈ ഭയം നിമിത്തം നമ്മൾ അടച്ചിട്ടിരിക്കുക. പാമ്പിനെ പേടികൊണ്ട്, മനുഷ്യനെ പേടികൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡർ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. എന്നാൽ ഈ ഭയത്തിന്റെ നിഴലിൽ ജീവിച്ചിരുന്നവർക്കൊരു പ്രകാശം ഉദിച്ചു.
ആ പ്രകാശം യേശുവാണ്. ആ യേശു ഇതാ ഉദ്ധിതനായിട്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നു. ഹൗ വി ആർ റിസീവിംഗ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ഹാർട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ ശക്തമായ ഭയം നിമിത്തം ഒരു സഹോദരി വരുന്നത് ഞാൻ ഓർക്കുകയാണ്. അവൾ എപ്പോഴും പറയുന്നത് എന്റെ കയ്യില് പാപമാണ്, എന്റെ കൈ പാപ, എന്തോ കൈകൊണ്ടുണ്ടായ ഒരു പാപം. എനിക്കറിയാം അത്. അപ്പൊ പരിശുദ്ധ കുർബാന കൊടുക്കുന്ന അവസരത്തില് ഞാൻ ആ മകളുടെ മുമ്പില് പരിശുദ്ധ കുർബാന ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ഈശോയാണ് ഈ കടന്നു വരുന്നത്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളുടെ കൈകളിലേക്ക് വച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ, ആ നിമിഷം അവളുടെ ഭയത്തിൻ്റെതായ എല്ലാ അടച്ചലുകളും എല്ലാ വിഷമതകളും മാറി. ധാരാളം ആളുകളുടെ ഭയത്തിന്റെ നിഴലിൽ കഴിയുന്നവര്, ദുഃഖത്തിൽ കഴിയുന്നവര് കർത്താവിന്റെ അരികിലേക്ക് വരും, പരിശുദ്ധ കുർബാന സ്വീകരിക്കും, കൂദാശകൾ സ്വീകരിക്കും, അവർ സൗഖ്യപ്പെടും. അതാണ് പുരോഹിതർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു പരിശുദ്ധാത്മാവിന്റെ ദാനം. പട്ട ശുശ്രൂഷയിലൂടെ ലഭിക്കുക. നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുമെന്ന യേശുവിന്റെ വചനം ആ പട്ട ശുശ്രൂഷയുടെ പുരോഹിതർക്ക് മാത്രം ലഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ളത്, നമ്മൾ അടച്ചിട്ടിരിക്കുന്ന മേഖലകളൊക്കെ ഒന്ന് തുറന്നു കൊടുക്കുക. കർത്താവെ വന്നു കാണുക, കർത്താവെ വന്നു കാണുക എന്ന് പറയുന്നുണ്ടല്ലോ. ആ കർത്താവെ എന്റെ ഹൃദയം വന്നു കാണുക, എന്റെ ശരീരം വന്നു കാണുക. മാനസിക അസ്വസ്ഥതകൾ മൂലം ശാരീരിക രോഗങ്ങൾ ബാധിച്ച എത്രയോ മനുഷ്യരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കർത്താവെ വന്നു കാണുക. മനുഷ്യന് കഥകടയ്ക്കാനും സാധിക്കും, ഹൃദയം അടയ്ക്കാനും സാധിക്കും. നമുക്ക് ഹൃദയമാകുന്ന കവാടം തുറന്നു കൊടുക്കാം, യേശുവിന് പ്രവേശിക്കാൻ. യേശു പ്രവേശിക്കുന്നിടത്ത് നമ്മുടെ ജീവിത പങ്കാളി പ്രവേശിക്കട്ടെ, നമ്മുടെ മക്കൾ പ്രവേശിക്കട്ടെ, നമ്മൾ വേണ്ടപ്പെട്ടവർ പ്രവേശിക്കട്ടെ. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പുതുഞായറാഴ്ച കഴിഞ്ഞതിനു ശേഷം വീണ്ടും യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഉദ്ധിതനായ ഈശോ വരുമ്പോൾ പറയുകയാണ്, 11 പേരും സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അവിടെയും യേശു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ 11 പേരോടും പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ശിഷ്യന്മാരെ സമാധാനം ആശംസിച്ചിട്ട് തോമസ് കർത്താവ് വിളിക്കുകയാണ്. നീ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയാവുക. കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ എന്റെ ഈ 5 മുറിവുകൾ കാണുക, കയ്യിലുള്ള മുറിവുകള്, കാലുകളിലുള്ള മുറിവുകള്, ഈശോയുടെ വിലാപ്പുറത്ത് കുത്തിയ മുറിവുകള്. അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തില് 34-ാം വചനം പറയാ, വൈദികര് കുർബാന ചെല്ലുമ്പോൾ ആ വീഞ്ഞൊഴിച്ചതിന് ശേഷം 2 തുള്ളി വെള്ളം ചേർക്കുമ്പോൾ പറയാ, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു, കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആ കാസിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതോടൊപ്പം ചേർക്കും, കർത്താവേ, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന രോഗികളെയും തകർച്ചകൾ അനുഭവിക്കുന്നവരെയും സാമ്പത്തിക തകർച്ചകൾ അനുഭവിക്കുന്നവരെയും കടബാധിതരെയും കർത്താവെ സമർപ്പിക്കുന്നു. ഈ അങ്ങയുടെ രക്തമാകേണ്ട ഈ വീഞ്ഞിലേക്ക് അവരെ കൂടി ചേർക്കുന്നു. ആ കാസിയും പീലാസിയും എടുത്തു പിടിച്ചുകൊണ്ട് അൽത്താരിയിലേക്ക് പോകുമ്പോൾ ജനത്തിന് നേരെ ഇങ്ങനെ കൈ കാണിച്ചു കൊണ്ടുപോകും. ആ പള്ളിയിൽ ഇരിക്കുന്ന പലരെയും എനിക്ക് പരിചയമുള്ളതായിരിക്കും. അവരുടെ വേദനകൾ എനിക്കറിയാം, അവരുടെ ദുഃഖങ്ങൾ അറിയാം. പ്രിയമുള്ള വൈദികരെ, പ്രിയ വൈദികരെ, നിങ്ങൾ ആ കാസിയും പീലാസിയും എടുത്തുകൊണ്ട് പോകുമ്പോൾ, ആ കാസിയും പീലാസിയും കുരിശാകൃതിയിൽ പിടിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ഇടവക ജനത്തിനു വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പ്രിയപ്പെട്ട വികാരി അച്ഛന്മാർക്കാണ്. അത് ആ കാസിയിൽ കൊടുത്താല്, ആ രക്തത്തിൽ കൊടുത്താല്, ആ യേശുവിന്റെ ശരീരത്തിൽ കൊടുത്താല്, ആ അപ്പത്തിൽ കൊടുത്താല് യേശു അതിനകത്ത് ഇടപെടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകള് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തോമസ് ലീഹായി വിളിക്കുകയാണ്.
തൊടാനായിട്ടല്ല യേശു, നീ കാണുക. യു ഹാവ് ടു സീ, യു ഹാവ് ടു സീ മൈ യു ഹാവ് ടു സീ മൈ വൂൺസ്, യു ഹാവ് ടു സീ മൈ വൂൺസ്. എന്റെ മുറിവ് കാണാനായിട്ട് കർത്താവ് വിളിക്കുന്നത്. യേശുവിന്റെ മുറിവ്, എന്റെ അല്ല, യേശുവിന്റെ മുറിവ് കാണാനായിട്ട്, യേശുവിന്റെ മുറിവ് കാണാനായിട്ടാണ് യേശു വിളിക്കുന്നത്. തുങ്ങപ്പെട്ട രൂപത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ യേശുവിന്റെ മുറിവുകളിലേക്ക് നോക്കുമ്പോൾ, തലയിലെ മുൾമുടിയിലേക്ക് നോക്കുമ്പോൾ, അവിടുത്തെ ഹൃദയത്തിനൊഴുകുന്ന രക്തം കാണുമ്പോൾ പടമായിരിക്കാം, പ്രതിമയായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിലുള്ള ആ യേശുവിന്റെ അനുഭവം ലഭിക്കുന്നു എന്നുള്ളതാ. കാരണം വചനം പഠിച്ച് 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 നമ്മുടെ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഞാൻ ബൈബിൾ മുഴുവനും നല്ല നല്ല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇട്ട് മുഴുവൻ ബൈബിളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. മാസങ്ങൾ പലത് കഴിഞ്ഞു. ഇന്ന് വചനം വായിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ്, യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ധാരാളമായ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആ വചനമൊക്കെ വായിക്കുമ്പോഴും അത് കാണുമ്പോഴും ആളുകളിലേക്കും കൂടി ആ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കാണണം. ചിലത് 15 സെക്കൻഡ് നേരമുള്ള പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ കാണണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ വചനം വളർത്തണം. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും, ഇത് കാണുന്നവരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സണ്ണി പുൽപ്പറമ്പിൽ എന്ന് പറഞ്ഞ് അടിച്ചാൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ആറാമത്, യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യും. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് വായു. ഈ വായുവിനെ അവരിലേക്ക് നിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് വെള്ളം. അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആ കുരിശുമരണ അവസരത്തിൽ രക്തവും വെള്ളവും ഒഴുകി. പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് അഗ്നി. പന്തക്കോസ്താ ദിനത്തിൽ അത് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് മുദ്ര, അവിടെ ഇറങ്ങി വന്നു. യേശു മാമോദീസ സ്വീകരിക്കുമ്പോൾ പ്രാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. കാറ്റ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവിന്റെ 6 അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നത്. ഇന്ന് രാവിലെ ഞാൻ ഈ വചന പ്രഘോഷണം ചെയ്യുന്നതിന് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പിശാച് ബാധിതയാ. ഞാൻ ആ മകളോട് ചോദിച്ചു, മോളെ, നീ മാമോദീസ സ്വീകരിച്ചതാണോ? അതെ. മോളെ, ആനവാതുക്കൽ നിന്ന് നിന്റെ നെറ്റിയില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മുദ്ര ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആ കുരിശ്, ഇറ്റ് ഈസ് എ പെർമനന്റ് മാർക്ക്. അതിനുശേഷം തൈലം കൊണ്ട് പൂശുന്നുണ്ട്. അതിനുശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മാമോദീസ മുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആത്മാവിനെ സ്വീകരിച്ച നിങ്ങളിലേക്ക് ഒരിക്കലും, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങളിലേക്ക് ഒരിക്കലും അശുദ്ധാത്മാവ് കടന്നു വരികയില്ല. നമ്മൾ വാതിൽ തുറന്നിട്ട് കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചാത്താൻ സഭയ്ക്കോ ജിന്ന് ചെയ്യാനോ വല്ലതൊക്കെ പോയാല് നമ്മൾ തുറന്നു കൊടുക്കുക. തുറന്നു കൊടുക്കാത്തോടത്തോളം കാലം ഒരിക്കലും അശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്നവരെ നിങ്ങളിൽ പ്രവേശിക്കുകയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ചിന്തകള് 100 കണക്കിന് മക്കളിൽ നിന്ന് മാറിപ്പോകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുമ്പോൾ വീഴിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്, ജീവൻ നൽകുന്നതാ, രക്ഷിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ചില ആളുകൾ ചിലയിടത്ത് പറയും വീണുപോയി എന്ന്. എന്റെ അറിവിൽ ഞാൻ വർഷങ്ങളോളം ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷ ചെയ്തിരുന്നയാളാ. ഒരിക്കൽ പോലും ഒരു മനുഷ്യനും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴോ ശുശ്രൂഷയുടെ അവസരത്തിലോ വീഴാറില്ല. അവര് സുഖപ്പെട്ടു പോകും. മാമോദീസായുടെ നവീകരണം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ഞാൻ നടത്തിയിരുന്നു. ഒരു വൈദിക വിദ്യാർത്ഥി ശക്തമായ രോഗാവസ്ഥയിലാണ് വരുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വെള്ളത്താൽ നിന്റെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞ് 1 കപ്പ് വെള്ളം അവന്റെ തലയിലേക്ക് ഞാൻ ഒഴിച്ചു. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ട് അവൻ സൗഖ്യപ്പെട്ടു. ദുഷ്ടാരൂപിയൊന്നുമല്ല, അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചില ചിന്തകൾ മാറി. ഞാൻ രോഗിയാണെന്നുള്ള വിചാരം മാറി. അതിനുശേഷം വീണ്ടും തിയോളജി പഠിക്കാൻ പോയി. തിയോളജി പഠിച്ച് ഇന്ന് കേരളത്തിൽ ഒരു രൂപതയിലെ വൈദികൻ ഒന്നാന്തരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. രക്ഷിക്കുന്നതാ. എനിക്ക് അഭിമാനമുണ്ട്. കഴിഞ്ഞ
ഈ ധ്യാനങ്ങളിലൂടെ ഒരു 5-6 വൈദികരെയെങ്കിലും ലോക സമൂഹത്തിന് പ്രദാനം ചെയ്യാനായിട്ട് സാധിച്ചു. പല കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആ ശാഖയിലേക്ക് അവരെ കൂട്ടിച്ചേർക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. കാസി എടുക്കുമ്പോ പറയില്ലേ, അവിടുന്ന് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി എന്ന് പറയുമ്പോൾ ആ അപ്പത്തെ മാത്രമല്ല ഞാൻ വാഴ്ത്തുന്നത്, ദൈവത്തോട് നന്ദി പറയുന്നത്. എന്നോടൊപ്പം വൈദികരായി തീർന്നവരെയും അതുപോലെ ധ്യാന കേന്ദ്രത്തിലൂടെ ദൈവവിളി സ്വീകരിച്ച് ഇന്ന് പൗരോഹിത്യത്തിലേക്ക് കടന്നവരെയും എന്റെ അനുജന് ഞാൻ തന്നെയാണ് കുർബാന പഠിപ്പിച്ചത്. അവസാനത്തെ കുർബാനയൊക്കെ ചൊല്ലി പഠിപ്പിച്ചത് 1 മാസത്തോളം ഞാൻ പഠിപ്പിച്ചു. ഇന്ന് അദ്ദേഹം ബിഷപ്പാണ്. ഒരു തെറ്റും കൂടാതെ കുർബാന ചെല്ലുന്നത് കാണുമ്പോഴുണ്ടല്ലോ എത്രയോ സന്തോഷമാണ്. 6-ാമത്തേത് പാപം മോചിക്കുന്നു. പാപം മോചിക്കാനായിട്ടുള്ള അധികാരം നൽകിയിരിക്കുന്നത് കർത്താവാ. നമ്മുടെ അരികിലേക്ക് അനുതാപത്തോടുകൂടി കടന്നു വരുമ്പോൾ കത്തോലിക്കാ സഭയുടെ നിയമം അനുസരിച്ച് അവര് പറയുന്ന പാപങ്ങൾ എന്തെങ്കിലും ആകട്ടെ, പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവെ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. ആ പാപമോചന കൂദാശയിലേക്ക് കൊണ്ടുവരുമ്പോൾ പുതുജീവൻ ലഭിക്കും അവർക്ക്. ഞാൻ നിങ്ങളെ വീണ്ടും പിടിച്ചുയർത്തും, നിങ്ങൾ ഓടിയാൽ തടലുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. 7, തോമസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ 3-ാമത്തെ ആഴ്ചയുടെ ആരംഭത്തിലാണ് തോമസിലേക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നത്. We have to wait to interfere the Lord in our life. We have to wait. The word of God has to work in our life. ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന കൃപ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ബ്രദറിന്റെ ദൈവവിളിയെ കുറിച്ചൊന്നും സംശയിക്കേണ്ട. വ്രതം ചെയ്യാനായിട്ട് ഒരുങ്ങ്. ആ വൈദികന്റെ പ്രായം ചെന്ന അന്ന് അദ്ദേഹത്തിന് ഒത്തിരി പ്രായമൊന്നുമില്ല കേട്ടോ. ആ വൈദികന്റെ ഉപദേശമാണ് എത്രയോ ആളുകൾക്ക്, എത്രയോ വൈദികർക്ക്, എത്രയോ സിസ്റ്റേഴ്സിന് ജീവൻ നൽകിയിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞ ഒരു മകളോട്, കാനഡയിലുള്ള ഒരു മകളോട് പറഞ്ഞതാ, ഇന്നലെ നീ ജീവിച്ചിട്ടില്ലേ, മിനിഞ്ഞാന്ന് ജീവിച്ചിട്ടില്ലേ, കഴിഞ്ഞ ആഴ്ചയിൽ ജീവിച്ചില്ലേ, കഴിഞ്ഞ മാസം ജീവിച്ചില്ലേ, ഈ വചനം കേൾക്കുന്നവരെ നിങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടുന്ന കൃപ ഉദ്ധിതനായ മിശിഹ ആ ശിഷ്യന്മാർക്ക് നൽകിയത് അതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാ. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ എല്ലാവരും നിറയട്ടെ. തോമസ് ശ്ലീഹായുടെ അരികിലേക്ക് യേശു കടന്നു വന്ന് അവിടുത്തെ മുറിവുകൾ കണ്ടതുപോലെ യേശുവിനെ സ്വീകരിക്കുന്നവരും വചനം കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പില് വിനീതമായ ഹൃദയത്തോടെ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവെ, തോമസ് ശ്ലീഹ ഇല്ലാത്ത അവസരത്തിൽ അടച്ചിട്ടിരിക്കുന്ന വീടിന്റെ ഉള്ളിലേക്ക് കർത്താവെ അങ്ങ് കയറി ചെന്നല്ലോ. അവർക്ക് നൽകിയത് സമാധാനമാണല്ലോ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം, ശാലവും അങ്ങ് പ്രദാനം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈ സമാധാനത്തിൽ മുന്തിരിച്ചെടികൾ തഴച്ചു വളരട്ടെ. ദൈവമേ, ധാരാളമായ ഫലം പുറപ്പെടുവിക്കട്ടെ. കർത്താവെ, ആരെയും അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ കർത്താവെ. അതുകൊണ്ടാണല്ലോ തോമസ് ശ്ലീഹായെ കാണുവാനായിട്ട് വീണ്ടും ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്ന്, തോമസ്, എന്റെ മുറിവുകൾ കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമേ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ ഒന്നും സാധിക്കാതെ വിദേശങ്ങളിലും ജയിലുകളിലുമൊക്കെ കഴിയുന്ന ആളുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച് ഇന്നലെ അടക്കി. ആ കരുണയും സ്നേഹവും പിതാവ് സ്വീകരിച്ചത് യേശുവിൽ നിന്നാണല്ലോ. നല്ല ഇടയനായിട്ട് ജീവിച്ച് ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും നേതാക്കന്മാര് വന്ന് അന്ത്യ ഉപചാരം അർപ്പിച്ചല്ലോ.
എത്രയോ മനോഹരമായ ശുശ്രൂഷ. ആ പിതാവിന്റെ മാധ്യസ്ഥം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിച്ച ഓരോരുത്തരിലും ദൈവത്തിന്റെ സ്നേഹവും കരുണയും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇത് പ്രത്യേകിച്ച് വൈദികർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്കറിയാവുന്ന വചന പ്രഘോഷകർക്കും അയച്ചു കൊടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറയാം. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.